ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് എന്താ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടിയെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് കുറച്ച് കാപ്പിക്കുരു പറിക്കലാണ് പണി. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാപ്പിക്കുരു പറി എന്ന് വെച്ചാൽ അമ്മൂമ്മയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മൂമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ കൈയൊക്കെ പൊക്കാൻ നേരം വയ്യായ്മയുള്ള കാരണം അമ്മൂമ്മയ്ക്ക് ഇത് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അമ്മയുടെ പുറകെ നടക്കുന്നത്. അപ്പം ഒരു ഞായറാഴ്ചയല്ലേ ഉള്ള എല്ലാവർക്കും, അപ്പോൾ മിക്ക ദിവസവും മറന്നു പോകും. അങ്ങനെ ഇന്ന് നമ്മളിത് പറിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിന് ചുറ്റും ചെറിയ ചെറിയ കാപ്പി മരങ്ങളുണ്ട്. അതിലൊക്കെ നിറയെ കാപ്പിക്കുരുവുണ്ട്. അപ്പം അതിന്ന് പറിക്കാൻ വേണ്ടിയാണ് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയേക്കുന്നത്. അമ്മ തലയിലൊക്കെ തോർത്തൊക്കെ കെട്ടി കാപ്പിക്കുരു പറിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനും അതുപോലെ തന്നെ തലയിലൊക്കെ തോർത്ത് കെട്ടി. അമ്മ പറഞ്ഞു തോർത്ത് കെട്ടില്ലെങ്കിൽ ഉറുമ്പ് മുടിയെല്ലാം ആവും എന്ന് പറഞ്ഞപ്പം ഞാനും സെയിമായിട്ട് പോയി തോർത്തൊക്കെ കെട്ടി ഞാനും അമ്മയും കൂടെ ഒന്ന് ഫുൾ കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി തീരുമാനിച്ച് കാണാം. അപ്പോൾ ഒത്തിരി കാപ്പിക്കുരുവില്ല, നമുക്ക് വേണ്ട കാപ്പി, അതായത് കാപ്പിപ്പൊടിക്കുള്ള കാപ്പിക്കുരു കിട്ടും. എന്ന് വെച്ചാൽ ഒരു വർഷം മുഴുവനത്തിനല്ല, കുറച്ച് അത്യാവശ്യത്തിനുള്ള മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചുമന്നതും പഴുത്തതുമായിട്ടുള്ള കുറേ ഉണ്ട്. ചിലതൊക്കെ നന്നായിട്ട് പഴുത്തു, ചിലതൊക്കെ ഭയങ്കര പച്ചയാണ്. എന്തായാലും കുഴപ്പമില്ല, ഉണക്കുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ ഇടയ്ക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ അമ്മൂമ്മ നമുക്ക് സംഭാരമൊക്കെ കൊണ്ടു തരുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും സംഭാരമൊക്കെ കുടിച്ച് അതിനിടയ്ക്ക് അമ്മൂമ്മ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ചെറിയ 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 ഉറുമ്പാണേ. അപ്പോൾ അത് നമ്മുടെ ദേഹത്തും മുടിയിലും എല്ലാം കയറിയിരുന്ന് കടിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയതായിട്ട് കടിക്കും. വലുതായിട്ട് നമുക്ക് വേദന എടുക്കില്ല, പക്ഷേ നമ്മുടെ ബോഡിയിലൊരു ഇറിറ്റേഷൻ വരും. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ സംഭാരമൊക്കെ കുടിച്ച്, നല്ല സൂപ്പർ സംഭാരമായിരുന്നു, കുടിച്ച് പറിച്ച് താഴത്തെ തെട്ട് വരെ എത്തി. അപ്പം താഴത്തെ വീട്ടിലെ ചേച്ചിയുടെ പറമ്പിലും കാപ്പി മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പം ചേച്ചി ഞങ്ങൾ പറിക്കുന്നുണ്ട്, ചേച്ചിയും കൂടെ വന്ന് പറിച്ച് അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ അത്യാവശ്യം നമ്മൾ എല്ലാ കാപ്പിക്കുരുവും പറിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അതെടുത്തുകൊണ്ട് പോയി വെയിലത്ത് ഇട്ട് അതിനകത്ത് ഉറുമ്പൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടി അമ്മ അതെല്ലാം നിരത്തി നല്ല വൃത്തിക്കൊരു ചാക്കെടുത്ത്, പ്ലാസ്റ്റിക് ചാക്കെടുത്ത് നിരത്തി വെയിലത്ത് വെച്ചു. നമുക്കപ്പം ഇത്രയും കാപ്പിക്കുരുവാണ് നമ്മളിന്ന് പറിച്ചപ്പം നമ്മുടെ ആ ഒരു പറമ്പിലുള്ള കാപ്പിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത് പൊടിക്കുമ്പം അത്യാവശ്യം നമുക്ക് വേണ്ട ആ ഒരു കാപ്പിപ്പൊടിക്കുള്ള ലെവലിൽ കാപ്പിപ്പൊടി കിട്ടും നമുക്ക്. അപ്പോൾ അത് ഒരു വർഷത്തേനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള പൊടി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ അതിനകത്ത് അഴുക്കൊക്കെ അമ്മ പറക്കി കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി ഇട്ടു. പിന്നെ നമ്മുടെ മുറ്റത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നേ. പക്ഷേ ഉച്ചയായതുകൊണ്ട് പൂവെല്ലാം വാടി ഇപ്പം നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. നല്ല വെയിലും ഉണ്ട്. അതുപോലെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പം കറക്റ്റ് ഒരു ഉച്ച സമയമായി, നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു പറിക്കൽ എന്നുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നല്ല വിശപ്പുമുണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.